ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വിവിധ മേഖലകളിൽ വന്നിട്ടുണ്ടെങ്കിലും വലിയ തോതിലുള്ള അപവാദ പ്രചരണം, വ്യാജ പ്രചരണം നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട് വലിയ തോതിൽ കടക്കണിയിലായി എന്ന പ്രചരണം യഥാർത്ഥത്തിൽ വസ്തുതാപരമല്ലാത്ത പ്രചരണമാണത്. നാം കാണേണ്ടത് നമ്മുടെ നാടിൻ്റെ വായ്പയും വരുമാനവും തമ്മിലുള്ള അനുപാതം അത് വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നതല്ല സ്ഥിതി. വലിയ കുറവ് ആ കാര്യത്തിലുണ്ടായിരിക്കുന്നു. ഇനിയും ഇപ്പോൾ ഉണ്ടായ കുറവ് മാത്രമല്ല, ഇനിയും കുറയും. നേരത്തെ 38% 2020-21, 23-24 34%. ഇനിയും കുറയാനാണ് പോകുന്നത്. ഇത് കഴിയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം നമുക്ക് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നല്ലതുപോലെ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരവസ്ഥ നേടിയെടുക്കാൻ കഴിയുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ വീടെന്ന സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുമ്പോഴാണ് LDF അവർക്കെല്ലാം വീട് നൽകുന്നൊരു പദ്ധതി വേണമെന്ന് കണക്കാക്കിയത്. ലൈഫ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. 5 ലക്ഷം വീടിനാണ് ലക്ഷ്യമിട്ടത്. ഇപ്പോൾ 4 ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി ആളുകൾ താമസിക്കുന്നു ആ കുടുംബങ്ങളിൽ. ബാക്കിയുള്ള വീടുകളും അടുത്ത മാസങ്ങളിൽ പൂർത്തിയാകുമെന്നതാണ് നില. നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സംസ്ഥാനത്ത് ആഗ്രഹിക്കുന്ന കൃഷിക്കാരും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരും വലിയ തോതിൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് പട്ടയം ലഭിക്കണമെന്നുള്ളത്. ഒരുപാട് ആളുകൾ പട്ടയം ലഭിക്കേണ്ട ലിസ്റ്റിലുണ്ട്. വലിയൊരു മിഷൻ മോഡിലുള്ള പ്രവർത്തനമാണ് സർക്കാർ ഏറ്റെടുത്തത്. പ്രത്യേകമായ നീക്കങ്ങൾ റവന്യൂ വകുപ്പ് നടത്തി. ഈ 9 വർഷം കൊണ്ട് നാം 4 ലക്ഷത്തിലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ഈ അടുത്തൊരു വർഷം 1 ലക്ഷം പട്ടയം കൂടി വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നാം നിൽക്കുന്നത്. നല്ല മാറ്റം ഈ രംഗത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കേരളം ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞൊരു സംസ്ഥാനമാണ്. അതിന് ഇടയാക്കിയത് നമ്മുടെ സംസ്ഥാനത്തെ പൊതുജന രംഗം ശക്തിപ്പെടുത്തിയതാണ്. നല്ല മാറ്റം അതിൻ്റെ ഭാഗമായി പൊതുവെ ഉണ്ടായിരിക്കുന്നു. കേരളത്തിൽ അതിദരിദ്ര കുടുംബങ്ങൾ നാം ഒരു ലക്ഷ്യം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത നവംബർ 1 ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രർ ഇല്ലാത്തൊരു സംസ്ഥാനം എന്ന പ്രഖ്യാപനം കേരളത്തെക്കുറിച്ച് നടത്താൻ പോവുകയാണ്. ഈ കേരളം അതിദരിദ്രമായ ഒരു കുടുംബവും ഇല്ലാത്ത നിലയിലേക്ക് മാറാനാണ് പോകുന്നത്. നമ്മുടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ, നമ്മുടെ പദ്ധതികളെല്ലാം അവതാളത്തിലായിരിക്കുന്നു. ഒന്നും പൂർത്തിയാക്കാനാകുന്നില്ല. വലിയ പിറകോട്ടടിയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ്. അതിൻ്റെ ഭാഗമായുള്ള ഒരു കണക്ക് നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ വാർഷിക പദ്ധതി അടങ്കൽ 30,370 കോടി രൂപയായിരുന്നു. ഈ പ്രചരണത്തിൻ്റെ തോത് വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പദ്ധതി ചെലവ് ഒരു 15,000 കോടിയിൽ താഴെയൊക്കെയാണ് എന്നാണ് കണക്കാക്കാൻ പറ്റുക. എന്നാൽ 30,000 കോടിയിൽ നാം ചെലവിട്ട് എത്രയാണെന്നറിയോ? 29,224 കോടി 23 ലക്ഷം രൂപ.
എന്ന് പറഞ്ഞാൽ 96.23%. എവിടെയാണ് പദ്ധതി തകർച്ച? കൃത്യമായ ചെലവ് നിർവഹണം നടക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുക. ഇത് തന്നെ മറ്റൊരു ഭാഗത്ത് പരിശോധിച്ചാൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ അധികാരവും പണവും ലഭിക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ആ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ വാർഷിക പദ്ധതിയിൽ 2024-25 നാം വകയിരുത്തിയത് 8,532 കോടി രൂപയായിരുന്നു. ആ 8,532 കോടിയിൽ 8,531 കോടി ആയിപ്പോയില്ല ചെലവിട്ടത്. ചെലവിട്ടത് എത്രയാണെന്നറിയോ? 9,452 കോടി 72 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 110.79% കഴിഞ്ഞ സാമ്പത്തിക വർഷം ചെലവഴിച്ചു. എവിടെ തകർച്ച? എവിടെ സാമ്പത്തിക പാപ്പരത്വം? ഇതാണ് നാടിൻ്റെ യഥാർത്ഥ നില. നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം നല്ലതുപോലെ വർദ്ധിച്ചതുകൊണ്ടാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രതിശീർഷ വരുമാനം നല്ല നിലയിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞുവെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുകയാണ്.